ഒരിക്കൽ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹദി ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, ഇത് ഏത് രാത്രിയാണെന്നറിയുമോ? മഹദി പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലിനും അള്ളാഹുവിനും അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ശഅബാൻ പകുതിയുടെ രാത്രിയാണ്. ഇതിലാണ് ജനങ്ങളുടെ അമലുകൾ, കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നത്. കൽബ് ഗോത്രക്കാരുടെ ആടുകളുടെ രോമത്തിൻ്റെ എണ്ണമനുസരിച്ച് ഈ രാത്രിയിൽ നരകത്തിൽ നിന്നും അല്ലാഹു തആല മോചിപ്പിക്കുന്നതാണ്. ഇന്ന് നീ എനിക്ക് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുവാനുള്ള സമ്മതം തരുമോ? ആയിഷ ബീവി പറഞ്ഞു, അതെ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചു. ഫാത്തിഹയും ചെറിയ സൂറത്തും പാരായണം ചെയ്തു. ഖിയാമിനെ ചുരുക്കി, അഥവാ നൃത്തത്തെ ചുരുക്കി. ശേഷം അർദ്ധരാത്രി വരെ സുജൂദ് ചെയ്തു. ശേഷം 2 റക്അത്തിലേക്ക് എണീറ്റു. 1 റക്അത്തിൽ ചെയ്തതുപോലെ തന്നെ ഓതിയ ശേഷം അവിടെ നിന്ന് വീണ്ടും സുജൂദ് ചെയ്തു 2 റക്അത്തിൽ. അത് ഫജ്ർ വരെ നീണ്ടു നിന്നു. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, സുജൂദിൽ നിന്ന് ഉയരുന്നത് കാണാത്തപ്പോൾ അവിടുത്തെ റൂഹ് പിടിക്കപ്പെട്ടോ എന്നുവരെ ഞാൻ കരുതി. ഒടുവിൽ അവിടുത്തെ പാദത്തിൻ്റെ ഉൾഭാഗത്ത് ഞാൻ സ്പർശിച്ചു. അവിടെ നിന്ന് അനങ്ങി. അവിടെ നിന്ന് സുജൂദിൽ ഒരു ദിക്റ് ചൊല്ലുന്നത് ഞാൻ കേട്ടു. നിസ്കാരശേഷം ഞാൻ പറഞ്ഞു, നബിയെ, ഇതുവരെ കേൾക്കാത്ത ദിക്റാണല്ലോ അങ്ങ് സുജൂദിൽ ചൊല്ലുന്നത് ഞാൻ കേട്ടത്. പ്രവാചകർ ചോദിച്ചു, നീ അത് കേട്ടോ? ആയിഷ ബീവി പറഞ്ഞു, അതെ. എങ്കിൽ അത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക. സുജൂദിൽ അത് ചൊല്ലാൻ ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് കൽപ്പിച്ചു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ജിബ്രീൽ അലൈഹിസ്സലാം നബിയോട് സുജൂദ് ചൊല്ലാൻ പറഞ്ഞ ദിക്ർ, അഊദു ബിഅഫ്വിക മിൻ ഇഖാബിക വഅഊദു ബിറിളാക മിൻ സുഖ്തിക വഅഊദു ബിക മിൻക ജല്ല വജ്ഹുക ലാ ഉഹ്സി സനാഅൻ അലൈക അന്ത കമാ അസ്നൈത അലാ നഫ്സിക.